മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും എം എൽ എയുമായ ഒരാളും MSFൻ്റെ ഒരു നേതാവും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്. പ്രസ് വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം, പത്രപ്രസ്താവന യുദ്ധം. അപ്പം ദുബായും ജനറൽ ട്രേഡിംഗ് ഒക്കെ വന്നതുകൊണ്ട് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ മാത്രം ഇത് കേട്ടാൽ മതി കേട്ടോ. വെറുതെ അനാവശ്യമായിട്ട് നിങ്ങളെ സമയം കളയണ്ട. ഞാൻ പേരൊന്നും പറയില്ല, നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നവർ മാത്രം ഇത് കേട്ടാൽ മതി. അപ്പോൾ എന്താ പറയുക, നമുക്ക് ജനറൽ ട്രേഡിംഗ് കമ്പനിയും സെയിൽസ് മാനേജേഴ്സൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ചൊരു യോഗ്യത ഉണ്ട് തോന്നുന്നു പറയാൻ. ആർക്കെങ്കിലും ഡൗട്ടുകളുണ്ടോ, ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോ, ഞാനതിന് മറുപടി തരും. ഇതുമായി ബന്ധപ്പെട്ട് അല്ലാതെ യമ്മിയും ചിക്കനും എന്നും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരരുത്. ദുബായ് ജനറൽ ട്രേഡിംഗ്, സെയിൽസ്, ലേബർ, കാർഡ്, കോൺട്രാക്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് ചോദിച്ചാൽ ഞാൻ മറുപടി പറയും. ദുബായ് ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റാണ്. ദുബായിലുള്ള ആൾക്കാർക്ക് ആര് വിസ എടുക്കണമെന്നുണ്ടെങ്കിലും പിന്നെ എംപ്ലോയ്മെൻറ്റ് വിസ എടുക്കണമെന്നുണ്ടെങ്കിൽ കോൺട്രാക്ട് ഉണ്ടാവണം. ലേബർ കോൺട്രാക്ട് സൈൻ ചെയ്തേ പറ്റൂ. അതിലൊരു എമൗണ്ട് കാണിക്കണം. ആ എമൗണ്ട് സെയിൽസിൻ്റെ കാര്യത്തിൽ കുറച്ച് എക്സംഷൻസ് ഉണ്ട്. ചിലപ്പം കുറവ് കൊടുക്കാം, ചില സമയത്ത് കൂടുതൽ കൊടുക്കാം, ചില സമയത്ത് മാസം കൊടുക്കാതിരിക്കാം, ചില സമയത്ത് ക്വാർട്ടർലി കൊടുക്കാം, ചില സമയത്ത് കൊല്ലത്തിൽ കൊടുക്കാം. അങ്ങനെ കുറേ എക്സംഷൻസ് ഉണ്ട്. WPS എന്നൊക്കെ പറഞ്ഞ സിസ്റ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. അതിൽ സെയിൽസിൻ്റെ കാര്യത്തിൽ കുറച്ച് എക്സംഷൻസ് ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഡിസ്പ്യൂട്ട് ഉണ്ടാവും. എപ്പോൾ എംപ്ലോയിയും എംപ്ലോയറും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ കോർട്ട് ഇടപെടും. നമ്മൾ തെളിയിച്ചു കൊടുക്കണം. എന്തുകൊണ്ട് കൊടുത്തില്ല, എന്തുകൊണ്ട് കുറവ് കൊടുത്തു, എന്തുകൊണ്ട് കൂടുതൽ കൊടുത്തു എന്ന്. അപ്പോഴേ ഇത് പ്രശ്നം വരുള്ളൂ. അല്ലാതെ വേറെ തേർഡ് പാർട്ടിക്കോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലോ അല്ലെങ്കിൽ വേറെ മിനിസ്ട്രിക്ക് പോലും ഇതിൽ യാതൊരു പ്രശ്നങ്ങളും ഇതിലില്ല. എംപ്ലോയിനും എംപ്ലോയറിനും തമ്മിൽ പ്രശ്നങ്ങളില്ലാത്തിടത്തോളം കാലം. പിന്നെ ഈ ഒരു കോൺട്രാക്റ്റിൽ സെയിൽസ് മാനേജർ എന്നൊക്കെ വെക്കുന്നതൊക്കെ വളരെ നോർമൽ സംഭവങ്ങളാണ്. കാരണം സെയിൽസ് ആകുമ്പോൾ തന്നെ അവർക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടി വരും. അതിന് ഓണറൈവൽ വിസ കിട്ടണമെന്നുണ്ടെങ്കിലൊക്കെ കുറേ എക്സംഷൻസ് ഈ സെയിൽസ് മാനേജർ എന്നൊരു ഡെസിഗ്നേഷൻ ഉണ്ട്. ആ ഒരു ഡെസിഗ്നേഷൻ കിട്ടുന്ന കാര്യത്തിൽ ചിലപ്പം ഡിഗ്രി ഇല്ലാതെ സെയിൽസ് മാനേജർ പൊസിഷൻ കിട്ടി. അതൊക്കെയാണ് വലിയ പ്രശ്നമാണ് ഇവിടെ. അതൊക്കെ ഇല്ലീഗലാണ്. അല്ലാത്തിടത്തോളം കാലം ഒരു സെയിൽസ് മാനേജർ ആവുന്നു, അവർ ദുബായിൽ വർക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു ചാനലൊക്കെ വന്നിട്ടുണ്ട് പറയുന്നു, ഇതെന്താ നമുക്കൊന്നും പിന്നെ ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കും? അത് വിശ്വസിച്ചേ പറ്റൂ. നിങ്ങൾ പുറം ലോകത്തും ദുബായിലും യാത്ര ചെയ്ത് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാത്തിടത്തോളം കാലം നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു ഹബ്ബായിരിക്കുന്ന ദുബായിൽ ഒരുപാട് പേര് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ റിയൽ എസ്റ്റേറ്റൊക്കെ ബൂമായി നിൽക്കുമ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ റോഡ് ഷോവും അതേപോലെ ബ്രാഞ്ചുകളും യൂണിറ്റ്സുകളൊക്കെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലിടുന്നുണ്ട്. അവരവിടെ തന്നെയാണ് താമസിക്കുന്നത്. അവിടെ താമസിച്ച് അവിടെ കുട്ടികളെ പഠിപ്പിച്ച് അവർക്ക് ഇവിടെ വിസ ഉണ്ട്, വന്ന് പോയിക്കൊണ്ടേ ഇരിക്കണം. അപ്പോഴൊക്കെ ഇങ്ങനെ വിസിറ്റ് വിസ എടുക്കാനൊന്നും പറ്റിയെന്നൊന്നും വരില്ല. അപ്പോൾ എന്ത് ചെയ്യും, വിസ ഉണ്ടാക്കും. പിന്നെ അതൊക്കെ വളരെ വളരെ നോർമലാണ്. എൻ്റെ പൊന്നാര മുൻ മന്ത്രി, നിങ്ങളുടെ വില കളയരുത് പ്ലീസ്. അലിഗേഷനൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നാട്ടിലുള്ള ആൾക്കാരൊക്കെ നിങ്ങൾക്ക് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരിക്കാം. പക്ഷേ ദുബായിലും മലയാളികളുണ്ട്. അവർക്കും ജനറൽ ട്രേഡിംഗ് ലൈസൻസുകളും കമ്പനികളും ഉണ്ട്. അവിടെയും സെയിൽസ് മാനേജേഴ്സും വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയുള്ള പല സെയിൽസ് മാനേജറും, നിങ്ങളെ ബഹുമാനിക്കുന്ന പല സെയിൽസ് മാനേജറും ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ വില കളയരുത് പ്ലീസ്, ദയവ് ചെയ്ത്.